പ്രിയ സുഹൃത്തുക്കളെ, ഒരു ഞായറാഴ്ച 21 ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനമാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഗാസയിൽ ഇസ്രയേൽ കാണിക്കുന്ന ക്രൂരതയാണ്. ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയപ്പെടുന്ന പാപ്പരത്വത്തിൻ്റെ രാഷ്ട്രീയ തീവ്രവാദി കൈ കിട്ടിയ പിച്ച് ചിന്തന ഓരോ അവയവും അവൻ കാണിക്കുന്ന മഹാനെറികേട്, വൃത്തികേട്. ഒരുപക്ഷെ അമാസാരിക്ക് ആദ്യം തുടങ്ങിയത്. പക്ഷേ ഈ പാവപ്പെട്ട ജനങ്ങളെ, ഇത്ര ആളുകളെ കൂട്ടക്കുരുതി നടത്തുക, 20,000-ൽ പരം കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുക, അതിൽ കൂടുതൽ സ്ത്രീകളെ കൊന്നെടുക്കുക, അതോടൊപ്പം പുരുഷന്മാരെ ഇല്ലാതാക്കുക, അത് നിരപരാധികൾ. എടാ പട്ടി, നിനക്ക് സ്കൂൾ കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് ബോംബിടാൻ എങ്ങനെ മനുഷ്യത്വം വന്ന്? നിനക്ക് ആശുപത്രിയുടെ മണ്ടയ്ക്ക് എങ്ങനെ ബോംബിടാൻ അർഹത? ഇത് അന്താരാഷ്ട്ര നിയമത്തിൻ്റെ ഏത് വകുപ്പാടാണ് ഉള്ളത്? നിൻ്റെ ഭാഷ എനിക്കറിഞ്ഞൂടാ, ഇംഗ്ലീഷ് വേണേൽ പറയാം. പക്ഷേ ഇത് സാധാരണക്കാരാകുന്ന എല്ലാ മനുഷ്യരും, ഇന്ത്യയിലുള്ളവരും ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇവനെതിരെ പ്രതികരിക്കണം. ഇപ്പോൾ അടുക്കൂറുണ്ട് സാർ ഒരു വീഡിയോ ഇട്ടപ്പോൾ, അത് അമേരിക്കയിലെ റൊണാൾഡ് ട്രംപ് എന്ന് പറയപ്പെടുന്ന നീചനായ, നികൃഷ്ടനായ, തേർഡ് റേറ്റ് നായ്ക്ക് മോശമായ അവൻ ഇസ്രയേലിന് യുദ്ധ സജ്ജീകരണങ്ങൾ കൊടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ പൈലറ്റ്സ്മാർ പറഞ്ഞു ഇത് ജിനോസൈഡാണ്. അതായത് ഒരു വംശീയമാണ്, ഒരു വിഭാഗത്തിനെ മാത്രം കൊന്നുകളയാൻ പരിശ്രമിക്കുന്നതാണ്, സാധിക്കൂല ഞങ്ങൾക്ക് പറക്കാൻ എന്ന് പറയുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. പണി വരുന്നുണ്ട്, ഇസ്രയേലിന് പണി വരുന്നുണ്ട്. ഈജിപ്റ്റ് 1,00,000 പട്ടാളക്കാരെയാണ് ഇസ്രയേലിൻ്റെ അതിർത്തിയിലേക്ക് നിർത്തിയിരിക്കുന്നത്. വെറുതെ കയ്യും വീശി പരേഡിനല്ല, യുദ്ധസന്നാഹത്തോടുകൂടിയാണ്. യുദ്ധസന്നാഹം എന്ന് പറഞ്ഞാൽ ബോംബ്, വിമാനങ്ങൾ, തോക്കുകൾ, ടാങ്കറുകൾ ഇതെല്ലാം നിർത്തിയാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. ഒരു യുദ്ധം വേൾഡ് വാറായി തീരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നെറികെട്ട ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയപ്പെടുന്നവനെ, റൊണാൾഡ് ട്രംപ് എന്ന് പറയപ്പെടുന്ന അവിടെയും ഇവിടെയും നിൽക്കുന്ന ആണും പെണ്ണുമല്ലാത്ത അവനെയും നേരെ നിർത്തിയില്ല എങ്കിൽ ഇത് ലോകമഹായുദ്ധത്തിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ രോദനം കേൾക്കുമ്പോൾ എൻ്റെ മകനാണ്, എൻ്റെ മകളാണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ ഓട്ടം കാണുമ്പം വെറുതെയെങ്കിലും വേദന. ആ പട്ടിണി കിടക്കുന്ന മനുഷ്യർ കൊടുക്കുന്ന ആഹാരം ടാങ്കർ ലോറിയിൽ വന്ന് കിടപ്പുണ്ട്, അതുപോലും കൊടുക്കാൻ സമ്മതിക്കാത്ത ഇവൻ എന്ത് നീതിയുള്ളത്? എന്ത് നീതിയിലാണ് ഇവൻ ചെയ്യുന്നത്? ഇതുപോലെ മഹാപോക്കിർത്തര കാണിക്കുന്ന ഇവനെയൊക്കെ വെച്ച് പൊറുപ്പിക്കരുത്. ചെറിയ കുഞ്ഞു വിരലുകൾ കൊണ്ട് എങ്കിലും നിങ്ങൾക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നെങ്കിൽ അതാണ് നമ്മുടെ നന്മ. ജോൺസൺ കരൂർ.